ഒരുവിധപ്പെട്ടവരൊക്കെ അത് അറിയാണ്ട് ചെയ്യുന്ന. അപ്പൊ നിങ്ങളെയൊക്കെ ബോധവാന്മാരാക്കാനാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് നവംബറായ 3 കൊല്ലവാന പോണേട്ടോ. നവംബർ 2020 കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോട്ടോ. നമുക്ക് അടുത്തടുത്ത വീഡിയോകളിൽ ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുന്നതിൽ വളരെ വളരെ സന്തോഷം. കൂടുതൽ പേര് അത് എൻജോയ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കഫദോഷവും പിത്തദോഷമാണ് ഈ ത്വക്ക് രോഗവുമായി എന്ത് ബന്ധമുണ്ടെങ്കിലും അതിൽ ഒട്ടുമിക്ക കേസിലും ചില കണ്ടീഷൻസ്, ഇപ്പൊ സോറിയാസിസ് പോലത്തെ കണ്ടീഷനിൽ നമ്മൾ വാദത്തിനെയും കൂടെ പരിഗണിക്കും. ചില അവസ്ഥകളിൽ നമ്മളിപ്പോ ത്വക്ക് രോഗങ്ങളൊക്കെ വന്നിട്ടായാലും അതിന് ചികിത്സിച്ചിട്ടായാലും രൂക്ഷത ശരീരത്തിൽ, അതായത് കഫത്തിനെയും പിത്തത്തിനെയും കുറയ്ക്കാനുള്ള ചികിത്സകൾ മാത്രം ചെയ്യുന്നു, അതിന് മാത്രമുള്ള ഭക്ഷണ രീതികൾ ഇങ്ങനെ തുടരുമ്പോൾ വാദം കോപിക്കും തീർച്ചയായിട്ടും. അപ്പൊ ആ വാദം വർദ്ധിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ഡ്രൈ സ്കിൻ ആവുന്ന ഡോക്ടറെ, ചൊറിച്ചിൽ കൂടുതൽ ഡോക്ടറെ എന്ന് പറയാനുണ്ട് അവസാന ഘട്ടത്തിൽ. അവിടെ നമ്മൾ സ്നിഗ്ധമായിട്ടുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരും. അതിനാണ് ഈ ഘട്ടഘട്ടമായിട്ട് റിവ്യൂ, കൺസൾട്ടേഷൻ ചെയ്ത് അവസ്ഥകൾ, കാലാവസ്ഥകൾ, നിങ്ങളുടെ ഭക്ഷണ രീതികൾ, ലക്ഷണങ്ങൾ